जय मसीह की। आज हम प्रकाशित वाक्य 2 अध्याय का 2 से 7 तक पढ़ेंगे। दोस्तों, രണ്ടാം അധ്യായം 2 से 7 तक हम देखेंगे। 2 തൊട്ട് 7 വരെ, വെളിപ്പാട് 2ന്റെ 2 മുതൽ 7 വരെ നമുക്ക് വായിക്കാം. कोई एक जन पढ़ सकता है हमारे बीच में? ആരെങ്കിലും നിങ്ങൾ ശബ്ദം ഉയർത്തി വായിച്ചാട്ടെ. ಅವರನ್ನು ಸುಳ್ಳುಗಾರರು ಕಂಡುಕೊಂಡು ನೀನು ತಾಳ್ಮೆಯುಳ್ಳವನಾಗಿ ನನ್ನ ಹೆಸರಿನ ನಿಮಿತ್ತ ಬಾಧೆಯನ್ನು ಸಹಿಸಿಕೊಂಡು ಬೇಸರಗೊಳ್ಳಲಿಲ್ಲ. ಇದನ್ನೆಲ್ಲ ಬಲ್ಲನು. ಆದರೆ ಮೊದಲು ನಿನ್ನಿಂದ ಪ್ರೀತಿಯನ್ನು ಬಿಟ್ಟು ಎಂದು ನಾನು ನಿನ್ನ ಮೇಲೆ ತಪ್ಪು ಹೊರಿಸಬೇಕಾಗುತ್ತದೆ. ಆದ್ದರಿಂದ ನೀನು ಎಲ್ಲಿಂದ ಬಂದಿಯೋ ಅದನ್ನು ನಿನ್ನ ನೆನಪಿಗೆ ತಂದುಕೊಂಡು ದೇವರ ಕಡೆಗೆ ತಿರುಗಿಕೋ. ನೀನು ಮೊದಲು ಮಾಡುತ್ತಿದ್ದ ಕೃತ್ಯಗಳನ್ನು ಮಾಡು. ನೀನು ದೇವರ ಕಡೆಗೆ ತಿರುಗಿಕೊಳ್ಳದೆ ಹೋದರೆ ನಾನು ಬಂದು ನಿನ್ನ ದೀಪಸ್ತಂಭವನ್ನು ಅದರ ಸ್ಥಳದಿಂದ ತೆಗೆದು ಹಾಕುವೆನು. ಆದರೆ ನಿನ್ನಲ್ಲಿ ಒಳ್ಳೆಯದು ಒಂದುಂಟು, ಅದೇನೆಂದರೆ ನಾನು ದ್ವೇಷಿಸುವ आमेन, हालेलुया। यहाँ यूहन्ना प्रभु यीशु मसीह का चेला दमस्क नामक टापू में उसे भेज दिया गया था। प्रकाशन पाता है और वे 7 कलीसियाओं को संदेश लिखने के लिए परमेश्वर से अगुवाई करते हैं। ഇവിടെ അപ്പോസ്തലനായ യോഹന്നാന്, കർത്താവിന്റെ അപ്പോസ്തലൻ, ഇവിടെ പത്മോസ് ദ്വീപിൽ താനായിരിക്കുമ്പോൾ കാണുന്ന ഒരു ദർശനമാണ്, ഇവിടെ 7 സഭകൾക്കുള്ള ദർശനമാണ് ഇവിടെ വിവരിക്കുന്നത്. और उसमें से इफिसुस की कलीसिया के लिए जो संदेश लिखने के लिए प्रभु यीशु मसीह ने बताया था, ഇവിടെ ആദ്യമായിട്ട് എഫെസോസ് സഭയ്ക്ക് വേണ്ടിയുള്ള ദൂതന് ആണ് ഇവിടെ ആദ്യം എഴുതുന്നത്. ये ना समझे कि ये संदेश इफिसुस की कलीसिया के लिए है। ഇത് നമുക്ക് അറിഞ്ഞുകൂടാ ഇത് എഫെസസിന് മാത്രമായിട്ടുള്ള ഒരു സന്ദേശമാണോ എന്ന്. ये संदेश आज की कलीसिया के लिए। പ്രിയമുള്ളവരെ, ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇത് എഫെസസ് സഭയ്ക്ക് മാത്രമല്ല, ഇത് ഇപ്പോഴുള്ള ദൈവസഭയ്ക്കും കൂടിയുള്ള ഒരു ये संदेश आपके लिए मेरे लिए है। ഈ സന്ദേശം നിങ്ങൾക്കും എനിക്കുമുള്ള ഒരു സന്ദേശമാണ്. और इस संदेश से पहले प्रभु ने कहा कि मैं देख में मर गया था और अब मैं जीवता हूँ। ഈ സന്ദേശത്തിന് മുമ്പ് ഇവിടെ കർത്താവ് പറയുന്നു, ഞാൻ മുമ്പേ മരിച്ചവനായിരുന്നു, ഇപ്പോൾ ഞാൻ ജീവിക്കുന്നു. और मृत्यु और अधोलोक की कुंजियां मेरे पास है। ഇത് മരണത്തിന്റെയും ജീവൻ പാതാളത്തിന്റെയും താക്കോൽ എന്റെ കൈവശമുണ്ട്. हालेलुया। ഹല്ലേലൂയ. वो सर्वशक्तिमान प्रभु जो मृतकों में से जी उठा, കർത്താവ് ശക്തിമാനായ ദൈവമാണ്. അവൻ മരണത്തിൽ നിന്ന് ജീവനിലേക്ക് പ്രാപിച്ചവൻ. जिसने आपके और मेरे लिए अपने प्राणों को दिया था, അത് കർത്താവ് യേശു നമുക്ക് വേണ്ടി തന്റെ ജീവനെ നൽകിയ കർത്താവ്. और जो चाहते हैं कि हम सब मिलकर उसके स्वर्गीय स्थानों में विराजमान हो। കർത്താവ് ആഗ്രഹിക്കുന്നത് നമ്മളെ അവൻ സ്വർഗ്ഗസ്ഥലങ്ങളിൽ ഇരുത്തുവാൻ തക്കവണ്ണം. वो खुश नहीं होता जब हम परमेश्वर के प्रेम से घट जाते हैं। കർത്താവ് സന്തോഷവാനല്ല കർത്താവിന്റെ സ്നേഹത്തിൽ നമ്മൾ വസിക്കുന്നില്ല എങ്കിൽ. और यही संदेश यही कहता है। पहले यहाँ पर एक तारीफ बताया गया है। परमेश्वर ने उस कलीसिया की तारीफ की है, हमारी भी तारीफ की है। നമ്മൾ ആദ്യമായിട്ട് നമ്മൾ വായിക്കുമ്പോൾ എഫെസോസിന് ദൂതൻ എഴുതുമ്പോൾ കർത്താവ് ആദ്യം അവരുടെ നന്മ പ്രവൃത്തികളെ കർത്താവ് ഉയർത്തുന്നതായിട്ടാണ് നമ്മളിവിടെ കാണുന്നത്. यहाँ कहा है, मैं तेरे कामों को जानता हूँ। കർത്താവ് പറയാണ്, ഞാൻ നിന്റെ പ്രവൃത്തികളെ അറിയുന്നു. मैं तेरे परिश्रम को जानता हूँ। ഞാൻ നിന്റെ പ്രവൃത്തിയെയും പ്രയത്നവും സഹിഷ്ണുതയും അറിയുന്നു. मैं तेरे धीरज को जानता हूँ। ഞാൻ നിന്റെ കൊള്ളരുതാത്ത, നിനക്ക് സഹിച്ചുകൂടാത്തതുമായ എല്ലാ കാര്യങ്ങളെയും ഞാൻ അറിയുന്നു. जो कुछ हम मसीह में परिश्रम कर रहे हैं वो परमेश्वर देख रहे हैं, वो जानते हैं सब बातें जो आज हम चाहे प्रार्थना, सुसमाचार सुनाने के द्वारा या फिर दान देने के द्वारा, सेवकाई में ऑफरिंग देने के द्वारा, किसी भी बातों में हम जो कर रहे हैं वो परमेश्वर जानते हैं। കർത്താവായ യേശു ക്രിസ്തു നമ്മൾ ചെയ്യുന്ന എല്ലാ പരിശ്രമങ്ങളും കർത്താവ് അറിയുന്നു. നമ്മുടെ പ്രാർത്ഥനകള്, നമ്മുടെ ദാനധർമ്മങ്ങള്, നമ്മുടെ എല്ലാ നമ്മുടെ വചനം നമ്മൾ ഷെയർ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ദൈവം അറിയുന്നു എന്ന് നമ്മൾ അറിയണം. हम कुछ भी आज मसीह में कर रहे हैं, നമ്മൾ എന്തെല്ലാം കർത്താവായ യേശുവിന്റെ നാമത്തിൽ ചെയ്യുന്നു, कैसी भी प्रकार की सेवकाई कर रहे हैं, എന്തെല്ലാം കർമ്മങ്ങൾ നമ്മൾ നല്ല കാര്യങ്ങളാണ് हम जो आराधना कर रहे हैं, നമ്മൾ പ്രാർത്ഥിക്കുന്നത്, हम जो दशवास दे रहे हैं, നമ്മൾ കർത്താവിന് വേണ്ടി ദാനം നൽകുന്നത്,
हम जो सुसमाचार सुनाने के लिए किसी के पास जा रहे हैं, നമ്മളെ സുവിശേഷ വേലയുമായി ബന്ധത്തിൽ നമ്മൾ മറ്റുള്ളവരോട് പോയി സുവിശേഷം പങ്കുവയ്ക്കുന്നത്, हम जो यीशु मसीह के नाम से बाइकआउट हो रहे हैं, നമ്മളെ യേശുവിന്റെ നാമത്തിൽ നാം നിന്ദിക്കപ്പെടുന്നത് പോലും, हम जो दुख उठा रहे हैं यीशु मसीह के नाम में, കർത്താവിനെ പ്രതി നാം നഷ്ടവും കഷ്ടവും സഹിക്കുന്നത്, हम जो सताए जा रहे हैं यीशु मसीह के नाम में, കർത്താവിന്റെ നാമത്തിൽ ഏത് കാര്യവും നമ്മൾ ചെയ്യുന്നത്, प्रभु कहते हैं मैं जानता हूं। ഇതെല്ലാ കാര്യങ്ങളും കർത്താവായ യേശു ക്രിസ്തു അറിയുന്നു. हमें बताने की आवश्यकता नहीं, यीशु मसीह जानते हैं ഈ जो കാര്യങ്ങൾ हमसे हो നമ്മൾ रहा है। കർത്താവിനോട് പറയേണ്ട കാര്യമില്ല, എല്ലാ കാര്യങ്ങളും കർത്താവ് അറിയുന്നു. और वो कहते हैं कि तू धीरज धरते धरते थका नहीं। ഇവിടെ പറയുകയാണ്, പ്രയത്നവും സഹിഷ്ണുതയും കൊള്ളരുതാത്ത നിനക്ക് സഹിച്ചുകൂടാത്തതുമായ കാര്യങ്ങളെ ഞാൻ അറിയുന്നു. तो अभी तक थका नहीं है। നീ അതുകൊണ്ട് നീ ക്ഷീണിച്ചിരിക്കുകയല്ല. और आगे 4 वचन कहता है पर मुझे, പക്ഷേ അടുത്ത വചനം പറയുന്നു, പക്ഷേ എനിക്ക് ഒരു കാര്യം പറയുവാനുണ്ട്. इधर ध्यान दे और गौर करे, पर मुझे तेरे विरुद्ध कुछ कहना है। പക്ഷെ എനിക്ക് നിങ്ങളോട് ഒരു കാര്യം പറയുവാനുണ്ട്. मेरे प्रियो, ये परमेश्वर हमसे बातचीत कर रहे हैं, आपसे और मुझसे कह रहे हैं। എന്റെ പ്രിയമുള്ളവരെ, ഈ ഒരു കാര്യം തന്നെയാണ് കർത്താവായ യേശു ക്രിസ്തു നിങ്ങളോടും हमारी പറയുന്നത്. संगति, हमारा आराधना, हमारा दशवास, हमारा भेंट, हमारा जो समर्पण, हमारा जो सताव को सहना है, നമ്മുടെ പ്രാർത്ഥനകള്, നമ്മുടെ സമർപ്പണം, നമ്മുടെ എല്ലാ കാര്യങ്ങളും, നമ്മൾ കർത്താവിന് വേണ്ടി ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും, ये सब प्रभु जानते हैं। ഈ കാര്യങ്ങളെല്ലാം യേശു അറിയുന്നു. फिर भी कह रहे हैं कि तेरे विरुद्ध मुझे कुछ कहना है। എങ്കിലും കർത്താവ് ഒരു കാര്യം പറയുന്നു, എനിക്ക് ഒരു കാര്യം നിങ്ങളോട് പറയുവാനുണ്ട്. क्या कह रहे हैं? എന്താണ് കർത്താവ് പറയുന്നത്? तूने अपना पहले सा प्रेम त्याग दिया है। എങ്കിലും എന്റെ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു. जो प्रेम तेरा पहले था वो प्रेम अभी नहीं है। നിന്റെ ആദ്യ സ്നേഹം, എന്നോടുള്ള നിന്റെ ആദ്യ സ്നേഹം നീ वो വിട്ടുകളഞ്ഞു. प्रेम छोड़ दिया है। ആ ആദ്യ സ്നേഹം നീ വിട്ടുകളഞ്ഞിരിക്കുന്നു. तू भूल चुका है നീ അത് മറന്നിരിക്കുന്നു. कि कैसा प्रेम तेरा मुझसे था। നിനക്ക് എത്രമാത്രം സ്നേഹം എന്നോട് ഉണ്ടായിരുന്നു. ये हमारे विरोध बातें प्रभु यीशु मसीह स्वयं कह रहे हैं। പ്രിയമുള്ളവരെ, ഇത് നമുക്കെതിരായിട്ടുള്ള ഒരു വിരോധമായ ഒരു या കാര്യമാണ്. यूहन्ना ने अपने दिमाग से, अपने सोच से नहीं लिखा। प्रभु यीशु मसीह को दर्शन में देखकर जो प्रभु यीशु मसीह ने कहा, उसे कहा गया था जो कुछ तू सुनता है उसे पुस्तक में लिख ले। ഇത് തന്നെയാണ് ഇത് യോഹന്നാൻ അപ്പോസ്തലൻ തന്റെ ബുദ്ധിയിൽ നിന്നോ ജ്ഞാനത്തിൽ നിന്നോ എഴുതിയൊരു കാര്യമല്ല. ഇത് പത്മോസ് ദ്വീപിൽ തനിക്ക് ദർശനത്തിലൂടെ തനിക്ക് ലഭിച്ച ഒരു കാര്യമാണ് ഇവിടെ പറയുന്നത്. और ये संदेश हमारे लिए, हमारी कलीसिया के लिए, പ്രിയമുള്ളവരെ, ഈ ഒരു സന്ദേശം നമ്മുടെ ദൈവസഭയ്ക്ക് വേണ്ടുന്നതാണ്. हमने पहले सा प्रेम छोड़ दिया है। നമ്മുടെ ആദ്യ സ്നേഹം വിട്ട് കളഞ്ഞിരിക്കുന്നു എന്നൊരു കുറവൂടെ പറയുവാനുണ്ട്. ये प्रेम क्या है? എന്താണ് ഈ ആദ്യ സ്നേഹം? ये प्रेम क्या है? ഈ സ്നേഹം എന്താണ്? यूहन्ना 14:15 में लिखा है, ഇത് യോഹന്നാന്റെ സുവിശേഷം 14:15 ഇവിടെ എഴുതിയിരിക്കുന്നു. तुम मुझसे प्रेम रखते हो तो मेरी आज्ञाओं को मानोगे। നിങ്ങളെ കാത്തുകൊള്ളും. हम प्रभु यीशु मसीह से प्रेम रखते हैं तो हम उसकी आज्ञाओं को मानेंगे। നമ്മൾ കർത്താവിനെ സ്നേഹിക്കുന്നുവെങ്കിൽ അവന്റെ കൽപ്പനകളെ പ്രമാണിക്കും. ये जो प्रेम में घटी हुई है हमारी आज्ञाकारिता में घटी हुई है। ഇത് നമ്മുടെ കൽപ്പനകൾ കർത്താവിനെ സ്നേഹവുമായിട്ട് ചേർന്ന് हम ബന്ധിച്ചിരിക്കുന്നു. प्रार्थना में भले कम नहीं हुए, അത് നമ്മൾ പ്രാർത്ഥനയിൽ മുന്നേറുമ്പോൾ, हम देने में कम नहीं हुए, നമ്മൾ ദാനം കൊടുക്കുന്നതിൽ हम നമ്മൾ हो सकते കുറവുള്ളവരല്ല. सुसमाचार सुनाने में कम नहीं हुए, സുവിശേഷം പറയുന്നതിൽ നമ്മൾ കുറവുള്ളവരല്ല. लेकिन जो आज्ञाकारिता है हम उसमें कम हो चुके हैं। പക്ഷേ നമ്മൾ കർത്താവിനെ और കൽപ്പനകളെ यही പ്രമാണിക്കുന്നതിൽ 14:15 में बताया है कि तुम मुझसे प्रेम रखते हो तो मेरी आज्ञाओं को मानो। എന്നാൽ ഇവിടെ യോഹന്നാന്റെ സുവിശേഷം 14:15 പറയുന്നു, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എന്റെ കൽപ്പനകളെ നിങ്ങൾ और यहाँ पर यीशु मसीह ने स्वयं कहा तुम्हारा प्रेम पहले से ठंडा हो चुका है। അതുപോലെ തന്നെ കർത്താവ് പറയാണ്, നിന്റെ ആദ്യ സ്നേഹം നീ വിട്ടുപോയിരിക്കുന്നു, നീ തണുത്തു പോയിരിക്കുന്നു. और प्रभु यीशु मसीह ने पहले ही बता दिया मत्ती रचित सुसमाचार अध्याय 24 में, मत्ती 24 अध्याय മത്തായിയുടെ സുവിശേഷം 24 12 वचन, 12 വചനം. कोई पढ़िए। അല്ലെങ്കിൽ വായിച്ചാട്ടെ. अधर्म के बढ़ने से बहुतों का प्रेम ठंडा हो जाएगा। അധർമ്മം പെരുകുന്നത് കൊണ്ട് അനേകരുടെ സ്നേഹം തണുത്തു പോകും. वो जो अधर्म अनाज्ञाकारिता का धर्म है वो बढ़ने से उनके बहुतों का प्रेम ठंडा हो जाएगा। അധർമ്മം പെരുകുന്നിടത്ത് അനേകരുടെ സ്നേഹം തണുത്തു പോകുമെന്ന് ദൈവവചനം പറയുന്നു. यह विश्वासियों के लिए नहीं बताया है, പ്രിയമുള്ളവരെ, ഞാൻ കാര്യം പറയട്ടെ, ഇത് ये വിശ്വാസികൾക്ക്, उनके लिए नहीं बताया जो प्रभु को नहीं जानते हैं। ഇത് കർത്താവിനെ അറിയാത്തൊരു കൂട്ടത്തിനെതിരെയാണ് കർത്താവ് സംസാരിക്കുന്നത്. ये उन लोगों के लिए बताया जो उसकी सुनते हैं। ഇത് അവർക്ക് വേണ്ടിയാണ് പറഞ്ഞിരിക്കുന്നത്. അവര് കർത്താവിനെ सुनते അത് കേൾക്കുന്നവർക്ക് വേണ്ടിയാണ് കർത്താവ് ഈ കാര്യം जो പറഞ്ഞിരിക്കുന്നത്. उसके हैं, जो उसके कहलाते हैं,
അത് കർത്താവിന്റെ ശിഷ്യന്മാരോടാണ് കർത്താവ് ഈ കാര്യങ്ങൾ പറയുന്നത്. हमें आज जानने की आवश्यकता है कि मेरा प्रेम कहाँ ठंडा हुआ है. ഇന്ന് ഈ പ്രഭാതത്തിൽ എവിടെ എന്റെ സ്നേഹം തണുത്തു പോയിരിക്കുന്നു എന്ന് നാം നമ്മളെ തന്നെ ഒന്ന് ശോധന ചെയ്യണം. पहले की तुलना में आज के समय में मेरा प्रेम कहाँ कम हुआ है. ഞാൻ ആദ്യ സ്നേഹത്തിലുണ്ടായിരുന്ന ആ സ്നേഹവും ഇപ്പോഴത്തെ സ്നേഹവും തമ്മിലുള്ള ഒരു താരതമ്യം നമുക്ക് അറിയേണ്ടിയിരിക്കുന്നു. और 5 में कहता है सो सचेत कर. അതിന്റെ വെളിപ്പാട് 2:5 പറഞ്ഞിരിക്കുന്നു, നീ ഏതിൽ നിന്ന് വീണിരിക്കുന്നു എന്ന് ഓർത്ത് മാനസാന്തരപ്പെടുക. याद कर कि तू कहां से गिरा है. ഏതിൽ നിന്നാണ് വീണിരിക്കുന്നത് എന്ന് ഓർത്ത് നീ മാനസാന്തരപ്പെടുക. कौन सी बातें रही जिसके कारण हम प्रभु के प्रेम में ठंडे पड़ गए. എന്ത് വിഷയത്തിലാണ് നമ്മുടെ ആദ്യ സ്നേഹം നമ്മൾ വീണുപോയതെന്ന് നാം ചിന്തിക്കുക. कौन सी बातें रही जिसके द्वारा मैं आज्ञाकारिता में कमजोर हो गया. ഏത് കാര്യത്തിലാണ് ഞാൻ കർത്താവിന്റെ പ്രമാണത്തെ ഞാൻ വിട്ടിരിക്കുന്നത്. प्रभु के जो भी वचन थे उस अनुसार में नहीं चल पाए. कौन सी बात है याद करो. ഏത് വചനമാണ് കർത്താവിൽ നിന്ന് നമുക്ക് ചെയ്യാം നമ്മൾ വിട്ടുപോയിരിക്കുന്ന വചനം നമുക്കൊന്ന് ചിന്തിക്കാം. और मन फिरा. മനം തിരിയുക. और जब ये 7 कलीसियाओं को लिखा है बार बार ये बताया गया मन फिरा मन फिरा मन फिरा. ഇവിടെ 7 സഭകൾക്ക് കർത്താവ് പറയുന്ന നിരന്തരമായ ഒരു വചനമാണ് മാനസാന്തരപ്പെടുക, മനം തിരിയുക. और पहले के समान काम कर. എന്നിട്ട് നിങ്ങൾ ആദ്യത്തെ പ്രവൃത്തി വീണ്ടും जो शुरुआत का प्रेम मसीह के साथ था. ആ ആദ്യം ഉണ്ടായ കർത്താവിനോടുള്ള സ്നേഹത്തിലേക്ക് മനം जो തിരിയുക. शुरू का प्रेम यीशु मसीह से था. ആദ്യമായിട്ട് കർത്താവിനോട് ഉണ്ടായിരിക്കുന്ന ആ സ്നേഹം, जो आज्ञाकारिता शुरुआत के समय में थी, ആ ആദ്യം കർത്താവിനോട് ചേർന്ന് നടന്ന ആ ഒരു സമയം, वैसे ही काम अभी से. ആ ഒരു ആദ്യത്തെ പ്രവൃത്തികൾ വീണ്ടും वैसे ही कामों में अभी से लग जा. അതുപോലത്തെ പ്രവൃത്തികൾ നിങ്ങൾ ചെയ്യുക എന്നാണ് പറയുന്നത്. कहीं ऐसा ना हो कि मैं तेरी दीवट को तेरे स्थान से हटा दूं. അല്ലെങ്കിൽ ഞാൻ വന്ന് നിങ്ങളുടെ നിലവിളക്ക് അതിൽ നിന്ന് നീക്കുമെന്നാണ് കർത്താവിന്റെ വചനം. हमें आज जानने की आवश्यकता है. എന്തുകൊണ്ടെന്നാൽ നമുക്ക് ആ കാര്യങ്ങളെ തിരിച്ചറിയേണ്ടത് ആവശ്യം. अपने आप को पहचानने की आवश्यकता है. നമുക്ക് നമ്മളെ തന്നെ എന്താണെന്ന് मैं അറിയേണ്ടത് प्रभु के ആവശ്യം. प्रेम में ഞാൻ കർത്താവിന്റെ സ്നേഹത്തിൽ कैसे गिर गया, എങ്ങനെയാണ് വീണിരിക്കുന്നത്, किस प्रकार गिर गया. എപ്രകാരമാണ് വീണിരിക്കുന്നത്. और हमें मन फिराकर पहले के समान काम करना है. നമുക്ക് അതിൽ നിന്ന് മനം തിരിഞ്ഞ് ആദ്യ സ്നേഹത്തിലുള്ള പ്രവർത്തികളെ നമുക്ക് ചെയ്യേണ്ടതാണ്. हालेलुया. ഹല്ലേലൂയ. और प्रभु यीशु मसीह आज के दिन ये कहना चाहते हैं, उन पुराने बातों से जो हमारी जिंदगी में धुंधली पड़ गई है, वो जब हमारा प्रेम ठंडा हो चुका है, കർത്താവ് യേശുക്രിസ്തു പ്രഭാതത്തിൽ പറയുന്നു, ആ പഴയ കാര്യങ്ങൾ इससे फिर से नए हो जाएं और परमेश्वर में मजबूत हो जाएं. ആ പഴയ കാര്യങ്ങളെല്ലാം വീണ്ടും കർത്താവിൽ ശക്തിപ്പെടേണ്ടുന്ന കാര്യങ്ങളെ കർത്താവ് और പറയുന്നു. आज्ञाकारिता में നമ്മള് ആ കർത്താവിന്റെ പ്രമാണങ്ങളെ നാം അനുഷ്ഠിക്കണം. प्रभु के वचनों का अनुसरण करने में കർത്താവിന്റെ വചനത്തെ നാം അനുസരിക്കേണ്ടതാകുന്നു. और उसके अनुसार जीने के लिए, അതിന്റെ അനുസരണത്തിൽ നാം നടക്കേണ്ടതാകുന്നു. उसके अनुसार चलने के लिए അതിന്റെ ദൈവവചനത്തിൽ നാം നടക്കേണ്ടതാകുന്നു. हम अपने आप को तैयार करें. പ്രിയമുള്ളവരെ, നമുക്ക് നമ്മളെ हम തന്നെ अपने आप को तैयार करें. ശോധന ചെയ്യാം. और आगे वचन ये कहता है, അതിന്റെ അടുത്ത വചനം പറയുന്നു, जो जय पाएगा, ജയിക്കുന്നവന് वो जीवन के पेड़ में से खाने पाएगा. ഞാൻ ദൈവത്തിന്റെ പരദീസയിലുള്ള ജീവവൃക്ഷത്തിന്റെ ഫലം वो जीवन का वृक्ष जो अधम में आदम और हवा खाने नहीं पाए थे, പരദീസയിൽ ഉണ്ടായിരുന്ന ജീവവൃക്ഷം അത് ആദാമിനും ഹവ്വായ്ക്കും കഴിക്കാൻ പറ്റാത്ത ആ ജീവവൃക്ഷം, उन्हें उस जीवन के वृक्ष में से खाने का नसीब नहीं हुआ. അവർക്ക് അതിലുള്ള ഭാഗ്യം ലഭിച്ചില്ല. वो उस वृक्ष के नजदीक भी नहीं जाने पाए जैसे अपराध हुआ. അവർക്ക് ആ വൃക്ഷത്തിന്റെ അടുക്കിലേക്ക് പോലും ചെല്ലാതെ വണ്ണം അവർ പാപത്താൽ നിറയപ്പെട്ടവരായിരുന്നു. क्योंकि परमेश्वर ने इसके चारों ओर एक पैरा खड़ा कर दिया और उधर तक कोई भी नहीं पहुंच पाया. എന്തുകൊണ്ടെന്നാൽ ആ വൃക്ഷത്തിന് ചുറ്റുമെല്ലാം ദൈവം ദൂതന്മാരെ വെച്ച് കാത്തു സൂക്ഷിച്ചു. और वचन कहता है, ദൈവവചനം പറയുന്നു, इस वक्त जो हम पढ़ रहे हैं, നമ്മളിപ്പോൾ വായിച്ചുകൊണ്ടിരിക്കുന്നു, जो जय पाएगा ജയിക്കുന്നവന് वो जीवन के वृक्ष में से खाने पाएगा. ഞാൻ ദൈവത്തിന്റെ പരദീസയിലുള്ള ജീവവൃക്ഷത്തിന്റെ हालेलुया. ഹല്ലേലൂയ. ये वो वृक्ष है ഇത് ആ വൃക്ഷമാണ് जो अधम की पाया गया था. अधम की वाटिका में, അത് ആദാമിന് ഏദൻ തോട്ടത്തിൽ വെച്ചിരിക്കുന്ന ആ വൃക്ഷത്തിന്റെ जिसे आप उत्पत्ति के 2 अध्याय के 8 में देख सकते हैं. ഉൽപ്പത്തി പുസ്തകം 2:8 കാണുന്ന ആ ജീവവൃക്ഷം ഏദൻ തോട്ടത്തിലുള്ള അതേ और ജീവവൃക്ഷം, उत्पत्ति के 3 के 22 में देख सकते हैं. അത് ഉൽപ്പത്തി 3:24 കാണുന്ന അതേ വൃക്ഷം തന്നെ. हालेलुया. ഹല്ലേലൂയ. हालेलुया. वो आदम और हवा वृक्ष में से खाने नहीं
पाए थे। ആദാമിനും ഹവ്വയ്ക്കും കടന്നു ചെന്ന് ആ വൃക്ഷത്തെ തൊടാനോ അതിന്റെ ഫലമോ हालेलुया। തിന്നാൻ പറ്റാത്ത അവസ്ഥ. आज विश्वासियों के लिए सौभाग्य है, उसमें हम उस जीवन के वृक्ष में से खाने पाए हैं। ഇന്ന് വിശ്വാസികളാണ് നമ്മൾക്ക് ആ വൃക്ഷത്തിൽ നിന്ന് ഫലം തിന്നുവാനുള്ള ഒരു മഹാഭാഗ്യം ലഭിച്ചിരിക്കുന്നു. लेकिन एक बात याद रख दीजिए, यहाँ पर जो आज हम देख रहे हैं, എന്നാൽ ഒരു കാര്യം ഞാൻ പറയട്ടെ, നമ്മൾ ഇപ്പൊ കാണുന്ന ഒരു കാര്യം എന്നാൽ ഞാൻ പറയട്ടെ, कि हम जो धीरज धर रहे हैं, हम जो परिश्रम कर रहे हैं, നമ്മൾ സഹിക്കുന്നതും നമ്മൾ ശ്രമിക്കുന്നതുമായ കാര്യങ്ങളെല്ലാം, हम जो परमेश्वर में लगातार संगति में बढ़ रहे हैं, प्रार्थना में बढ़ रहे हैं, നമ്മൾ കർത്താവിന് വേണ്ടി ചെയ്യുന്ന എല്ലാ പ്രയത്നങ്ങളും, और हम मसीह के प्रेम में कमजोर नहीं हो, इसके साथ साथ बढ़ते जाएं। പ്രിയമുള്ളവരെ, നാം ആ കർത്താവിന്റെ സ്നേഹത്തിൽ നമ്മൾ ഒരിക്കൽ പോലും കുറഞ്ഞു പോകാതെ നമ്മൾ ഓരോ ദിവസവും നാം വളരണം എന്ന് मसीह में बढ़ते जाएं, प्रभु के प्रेम में बढ़ते जाएं। കർത്താവിന്റെ സ്നേഹത്തിൽ ഓരോ ദിവസവും നാം നിറഞ്ഞു വരണം. हम कमजोर ना हो उस प्रेम में, നമ്മൾ ഒരിക്കലും ആ സ്നേഹത്തിൽ നിന്ന് കുറഞ്ഞു പോകരുതേ. क्योंकि प्रभु कहते हैं या तो तू ठंडा होता या फिर गर्म होता। കർത്താവിന്റെ വചനത്തിൽ പറയുന്നു, അല്ലെങ്കിൽ നാം ശീതവാനല്ല ഉഷ്ണവാനുമല്ല. इसलिए तू गुनगुना है, എന്തുകൊണ്ടെന്നാൽ ഞാൻ നിന്റെ വായിൽ നിന്ന് ഉമിഴ്ന്നു കളയും. मैं तुझे अपने मुंह से उगलने पर। ഞാൻ നിന്നെ എന്റെ വായിൽ നിന്ന് ഉമിഴ്ന്നു കളയും. हम परमेश्वर की कलीसिया में शामिल होने के लिए नहीं है यदि हम गुनगुने हैं। കാരണം നമ്മള് ഈ കർത്താവിന്റെ ദേവസ്ഥയിൽ വരുവാൻ നാം യോഗ്യരല്ലായിരുന്നു. हम बाहर निकाले जाने वालों में से। നമ്മള് ആക്ച്വലി നഷ്ടപ്പെട്ടു പോകുന്നവരുടെ കൂട്ടത്തിലായിരുന്നു. यदि हम गुनगुने रहते हैं, നമ്മൾ അങ്ങനെയുള്ളവരായിരുന്നെങ്കിൽ, यदि हमारा प्रेम कम हो जाता है, നമ്മൾ അങ്ങനെയുള്ളവരായിരുന്നു, यदि हमारी बातें परमेश्वर के सामने जो हम जीते हैं आज्ञाकारिता नहीं है, നമ്മുടെ കാര്യങ്ങൾ ദൈവസന്നിധിയിൽ അത് പ്രമാണിക്കാൻ തക്കവണ്ണം हम ठंडे हो जाते हैं, നമ്മള് തണുത്തു പോയിരുന്നെങ്കിൽ, वो कलीसिया से अलग किए जाते हैं। കർത്താവ് നമ്മുടെ നിലവിളക്കുകളെ കർത്താവ് നീക്കിക്കളഞ്ഞേ. इसलिए वचन कहता है जिसके कान हो वो सुन ले। അതുകൊണ്ട് വചനം പറയുന്നത്, കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. आत्मा कलीसिया से क्या कहता है? ആത്മാവ് എന്താണ് ദൈവസഭയോട് പറയുന്നത്? आत्मा कलीसिया से कहता है कि जीवन के वृक्ष में से खा लो। ആത്മാവ് ദൈവസഭയോട് പറയുന്നു, ജയിക്കുന്നവൻ ഞാൻ ദൈവത്തിന്റെ मसीह के साथ सिंहासन में विराजमान हो जाओ। കർത്താവിന്റെ സിംഹാസനത്തിൽ കർത്താവിനോട് हालेलुया। ഇരിക്കുക. हालेलुया। हालेलुया। और मैं यही समाप्त करता हूँ ये कह करके कि मसीह के प्रेम में हमारी पहचान धुंधली ना बने। ഞാൻ ഈ ഒരു കാര്യം പറഞ്ഞുകൊണ്ടിരിക്കാൻ ആഗ്രഹിക്കുന്നു, നമ്മൾ ആ ദൈവത്തിന്റെ സ്നേഹത്തിൽ നിന്ന് ഒരിക്കലും നമ്മൾ കുറഞ്ഞു പോകാതെ വണ്ണം നമ്മൾ അയച്ചു. कई बार हम कह सकते हैं मैं उपवास रखता हूँ, उपवास रखता हूँ। അവിടെ നമുക്കൊരു ഉപവാസം പ്രഖ്യാപിക്കാം. मैं घंटों प्रार्थना करता हूँ, ഞാൻ മണിക്കൂറുകൾ പ്രാർത്ഥിക്കുന്നു. मैं प्रति रविवार प्रार्थना में जाता हूँ, ഞാൻ എല്ലാ ആഴ്ചകളിലും ഞാൻ ആരാധന കൂടുന്നു. मैं वचन पढ़ता हूँ, ഞാൻ എല്ലാ ദിവസവും അതിനെ പഠിക്കുന്നു. लेकिन आज्ञाकारिता नहीं। പക്ഷേ ഞാൻ വചനം പ്രമാണിക്കുന്നില്ല. वचन के अनुसार हम नहीं चलते हैं, പക്ഷേ വചനത്തിനനുസരിച്ച് ഞാൻ നടക്കുന്നില്ല. हम अपने आप को धोखा देते हैं। നമ്മളെ തന്നെയാണ് നാം ചതിക്കുന്നത്. याकूब 1:22 യാക്കോബ് 1:21 लिखा है वचन को सुनने वाले नहीं, വചനത്തെ കേൾക്കുന്നവരല്ല, केवल सुनने वाले नहीं, വചനം കേൾക്കുന്നവരല്ല, पर वचन पर चलने वाले बनो। പക്ഷെ വചനം പ്രമാണിക്കുന്നവര്. ये चलना आज्ञाकारिता है। ഇത് നടക്കുന്ന അല്ലെങ്കിൽ പ്രമാണിക്കുന്ന ഒരു കാര്യത്തെ കുറിച്ചാണ് बहुत सी बातें हम तुलना करें നമ്മൾ എന്തുമായിട്ടാണ് നാം താരതമ്യപ്പെടുത്തുന്നത്? कि आज्ञाकारिता के विषय में ഇത് പ്രമാണിക്കുന്ന വിഷയത്തിൽ क्या है? എന്താണ്? केवल प्रार्थना करना, അത് പ്രാർത്ഥിക്കുന്നത് മാത്രമാണോ? केवल उपवास रखना, അല്ലെങ്കിൽ ഉപവസിക്കുന്നത് മാത്രമാണോ? केवल रविवार में ही जाते रहना അല്ലെങ്കിൽ എല്ലാ ഞായറാഴ്ചയും പള്ളിയിൽ പോകുന്നതാണോ? और बाकी बातों को भूल जाना। ബാക്കി എല്ലാ കാര്യങ്ങളെയും മറന്നു പോകുന്നതാണോ? उस सारी बातों के आज्ञाकारिता में हम बढ़ेंगे, ഇതെല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്താലും, हम लगातार मसीह में बढ़ेंगे, നമ്മൾ ഇതെല്ലാ കാര്യങ്ങളും നാം അനുഷ്ഠിച്ചാൽ, हमारा प्रेम कम नहीं होगा। നമ്മൾ ഈ കാര്യം നമ്മൾ വചനം പ്രമാണിച്ചാൽ നമ്മുടെ സ്നേഹം കുറഞ്ഞു പോകുകയില്ല. याकूब 1:22 में ये भी लिखा है, യാക്കോബ് 1:22 ये लिखा है ഇത് എഴുതിയിരിക്കുന്നു, वचन पर सुनने वाले नहीं അത് വചനം അനുസരിക്കുന്നവരല്ല, पर चलने वाले भी बनो। പക്ഷേ വചനം പ്രമാണിക്കുന്നവരായിരിക്കുക. जो केवल सुनते हैं വചനം കേൾക്കുന്നവൻ वो अपने आप को धोखा देते हैं, അവൻ അവനെ തന്നെ വഞ്ചിക്കുന്നു. जो चलते नहीं है അവൻ അതിൽ നടക്കുന്നില്ല എങ്കിൽ वो अपने परिवार को नहीं, അവന് തന്നെ തന്നെ മാത്രമല്ല, पास्टर को भी नहीं, അവിടുത്തെ പാസ്റ്ററിനെ അല്ല, कलीसिया को भी नहीं, ദൈവസഭയും അല്ല, विश्वासियों को भी नहीं, വിശ്വാസികളെയും അല്ല, परमेश्वर को भी नहीं, അവൻ ദൈവത്തെയും അല്ല, अपने आप को, അവൻ തന്നെ अपने आप को धोखा देते അവൻ हैं। തന്നെ വഞ്ചിക്കുന്നു. क्योंकि
എന്തുകൊണ്ടെന്നാൽ सुनने के बाद चलते नहीं। എന്തുകൊണ്ടെന്നാൽ വചനം കേട്ടതിന് ശേഷം അതിനെ ഹല്ലേലൂയ. പാലിക്കുന്നില്ല. यदि हम प्रभु यीशु मसीह से प्रेम रखते हैं, പ്രിയമുള്ളവരുമായി ദൈവത്തെ സ്നേഹിക്കുന്നവരാണെങ്കിൽ हमारा प्रेम प्रतिदिन बढ़ता जा रहा है, നമ്മുടെ സ്നേഹം ഓരോ ദിവസവും അത് കൂടി വരും. हम आज्ञाकारिता में भी बढ़ते जा रहे हैं। നമ്മുടെ ദൈവവചനം പ്രമാണിക്കുന്നതിലും നമ്മൾ हालेलुया। വളർന്നുകൊണ്ടേയിരിക്കും. हमारे सारे कामों को प्रभु जानते हैं, पर हमारे विरोध एक ही बात प्रभु ने कहा है कि मैं तुम्हारे विषय कहता हूँ, तुम्हारे विरोध कहता हूँ कि तुमने पहले सा प्रेम छोड़ दिया। നമ്മുടെ എല്ലാ കാര്യങ്ങളെയും കർത്താവ് അറിയുന്ന ഒരു കർത്താവായിരിക്കെ തന്നെ കർത്താവ് നമ്മളോട് ഒരു കാര്യം പറയാനുണ്ട്, എനിക്കൊരു കുറവ് പറയാനുണ്ട്, നിന്റെ ആദ്യ സ്നേഹത്തിൽ നിന്ന് हालेलुया। നീ इन सब വീണിരിക്കുന്നു. बातों में हम बड़े प्रभु में स्थिर हो जाएं, दृढ़ हो जाएं, और हम जब जय प्राप्त करेंगे इन सब बातों में, तो मसीह के वहां हमें उस जीवन के वृक्ष में से खाने को मिलेगा। ഈ കാര്യങ്ങളിലെല്ലാം നമുക്ക് വളരാം, ഈ കാര്യങ്ങളിൽ നമുക്ക് മനസ്സ് വയ്ക്കാം. അങ്ങനെയെങ്കിൽ ആ ജീവന്റെ വൃക്ഷത്തിൽ നിന്ന് നമുക്ക് ഫലം തിന്നാനായിട്ട് ദൈവം നമുക്ക് അവസരം തരും. प्रभु हम सबको आशीष दे। जय मसीह। ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.